ഒരുപാട് ട്രേഡ് ലൈസൻസുകൾ ഇപ്പോൾ സസ്പെൻഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്, റിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അതിനെന്താണ് കാരണം? അതിന് പല കാരണങ്ങളുണ്ടാവാം. ഇപ്പോൾ നമുക്ക് മനസ്സിലായ 3 കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ട് നമ്മൾ കാണുന്നത് ഫിനാൻഷ്യൽ കേസുകളാണ്. അത് ലോണ്, ചെക്ക് റിട്ടേൺ അതെ, ലോൺ കേസായാൽ ആ ഓണറുടെ കീഴിലുള്ള ആ ലൈസൻസിനോ അല്ല മറ്റെല്ലാ ലൈസൻസിനും സസ്പെൻഡ് ആവാറുണ്ട്. രണ്ടാമതായിട്ട് കാണുന്നത് സിവിൽ ഡിഫൻസ് എന്നുള്ള ബ്ലോക്കാണ്. മത്താഫീൻ്റെ. അതെ അതെ, മത്താഫി ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുകയും 10,000 ദിർഹംസ് ഫൈൻ വരികയും അത് നമ്മൾ അടക്കാതെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവർ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ മൂന്നാമതായിട്ട് ഒരു കസ്റ്റമർക്ക് കണ്ടിട്ടുള്ളത് മൊഹർ എന്നുള്ളതാണ്. ലേബറിൻ്റെ. അതെ, ലേബർ ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഓഫീസ് അടഞ്ഞെടുക്കുകയായിരിക്കും. ഈ കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ആണെങ്കിൽ അവർ 1, 2, 3 പ്രാവശ്യം ഇൻസ്പെക്ഷൻ വരുമ്പോൾ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. കോൺടാക്ട് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ അവരും ഇതുപോലെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു കസ്റ്റമർ തന്നെ ഇതുപോലെ സസ്പെൻഡ് ആയപ്പോൾ അന്വേഷിച്ചപ്പോൾ മൊഹർ എന്നുള്ള ബ്ലോക്ക് എന്ന് പറഞ്ഞു. അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അവർ ഇൻസ്പെക്ഷൻ വന്നപ്പോൾ അവിടെ ആളുണ്ടായിരുന്നില്ല, കോൺടാക്ട് ചെയ്തപ്പോൾ കിട്ടിയില്ല. അവിടെ അവർ കോർട്ടിലേക്ക് സബ്മിറ്റ് ചെയ്ത് കോർട്ടിൽ നിന്നാണ് പിന്നെ ലൈസൻസ് ബ്ലോക്ക് ചെയ്യാനുള്ള താമലേക്ക് കൊടുക്കുന്നത്. ഈ കൺസ്ട്രക്ഷൻ കമ്പനി അതുപോലത്തെ സ്ഥാപനങ്ങളിലൊക്കെ പുറത്തായിരിക്കുമല്ലോ വർക്ക്, അപ്പോൾ സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കായിരിക്കും. അപ്പോൾ അതിനെന്താണ് ഒരു സൊല്യൂഷൻ? അതിന് അവർ മൊഹർ എന്നുള്ള ചെന്നപ്പോൾ പറഞ്ഞത്, നിങ്ങൾ ഓഫീസിൽ വർക്കിംഗ് അവേഴ്സ് അവിടെ രേഖപ്പെടുത്തണം, ഇവിടെ റിസപ്ഷനിൽ ഒരാളെ നിർത്തണം, അതുപോലെ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തണം. അപ്പോൾ മൊഹർന്ന് മാത്രമല്ല പല ഡിപ്പാർട്ട്മെൻറ്റും ഇൻസ്പെക്ഷന് വരും. അപ്പോൾ നമ്മളവിടെ ഇല്ലെങ്കിൽ അങ്ങനെയാണ് ഇത് സസ്പെൻഡ് ആകുന്നത്.